നീതിയുടെ പൊൻവെളിച്ചം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഒരു സാധാരണ മനുഷ്യനും അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളും തമ്മിൽ ഒരു തർക്കമുണ്ടാകുന്നു. അതിൽ രണ്ടുപേരും പരാതി കൊടുക്കുന്നു. ആ സാധാരണക്കാരൻ്റെ പരാതി ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിലെ ഏറ്റവും സുപ്രധാന ഘടകമായ പോലീസ് കേസെടുക്കുന്നില്ല. അധികാരവും സർക്കാരുമെല്ലാം ആ സാധാരണക്കാരനെതിരെ നിൽക്കുന്നു. ഒരുപാട് മനുഷ്യർ അയാൾക്കൊപ്പം നിൽക്കുന്നു. അയാളെ അധിക്ഷേപിക്കാനും അയാളൊരു വളരെ മോശം പിടിച്ച ആളാണെന്നും ഒക്കെ വരുത്തി തീർത്തുകൊണ്ട് ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് പോലും കടക്കാതെ അയാളെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് ഭരണ സംവിധാനങ്ങളും അതിന് ഒപ്പം നിൽക്കുന്ന പാർട്ടിയും ഒക്കെ ശ്രമിക്കുന്നു. അവിടെയാണ് കോടതിയുടെ ഇടപെടൽ നിർണായകമായി ഉണ്ടാകുന്നത്. എന്താണ് ആ ഇടപെടൽ എന്ന വീഡിയോയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കമൻറ്റുകളായി രേഖപ്പെടുത്തണം. ഒപ്പം തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്. അതെ, പറഞ്ഞു വരുന്നത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, സച്ചിൻ ദേവ് MLA ഭർത്താവ്, ഒപ്പം തന്നെ യദു എന്ന KSRTC ഡ്രൈവറുമായുള്ള തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു വക്കീൽ കൊടുത്ത ഹർജിയിൽ ഒരു കേസ്, ജാമ്യമുള്ള വകുപ്പ് പ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന് പിന്നാലെ അന്ന് തന്നെ യദുവിൻ്റെ കേസും പരിഗണിച്ചിരുന്നു കോടതി. അതിനുശേഷം വിധി പറയാനായി മാറ്റുകയായിരുന്നു. ഒടുവിൽ വിധി വന്നിരിക്കുന്നു. ഇതാ മേയർ ആര്യ രാജേന്ദ്രനും ഒപ്പം തന്നെ ബാലുശ്ശേരി MLA ആയ സച്ചിൻ ദേവ്, ഭർത്താവ് സച്ചിൻ ദേവിനും ഒപ്പം തന്നെ ഇവരുടെ ബന്ധുക്കൾ അടങ്ങുന്ന 3 പേർക്കും, അങ്ങനെ ആകെ 5 പേർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാൻ കോടതി നിർദ്ദേശം ഇട്ടിരിക്കുന്നു. ആ കേസ് ഫലത്തിൽ കണ്ടോൺമെൻറ്റ് പോലീസ് ഒടുവിൽ യദുവിനെതിരെ കേസെടുക്കുകയും ആര്യക്കെതിരെ, അതായത് മേയർക്കും ഭർത്താവിനും ഭർത്താവായ MLAക്കുമെതിരെ കേസെടുക്കാത്ത അതേ കണ്ടോൺമെൻറ്റ് പോലീസ് തന്നെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഈ FIRലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ കൂടി നിങ്ങൾ കേൾക്കേണ്ടതാണ്. ഇതുവരെ CPMും DYFIയും ഒക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലെ വലിയൊരു വിഭാഗം ഇടത് സൈബർ സഖാക്കളൊക്കെ കുണുവാവ, യദുവാവ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ആ യദുവാവയുടെ പരാതിയിൽ വന്നിരിക്കുന്ന ആരോപണങ്ങൾ, പിണറായി പോലീസ് എടുത്തിരിക്കുന്ന കേസിലെ ഗുരുതരമായ ആരോപണങ്ങൾ പറയാം. ഒന്നാമത്തത്, മേയറും സംഘവും കാർ കുറുകെയിട്ട് ബസ് തടഞ്ഞെന്ന് FIR. ഒപ്പം തന്നെ സച്ചിൻ ദേവ് MLA ബസ്സിൽ അതിക്രമിച്ച് കയറി, അതായത് അതിക്രമം അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ള യദുവിൻ്റെ ആരോപണം ഫലത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒടുവിൽ പോലീസിന് സമ്മതിക്കേണ്ടി വരുന്നു. പോലീസ് അവിടെ മുട്ടുകുത്തി. ബസ്സിലെ CCTVയുടെ ക്യാമറ, അതായത് ഇതാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം, ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചു. അതായത് ഈ മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയത് സച്ചിൻ ദേവ് MLAയും ആര്യ രാജേന്ദ്രനുമാണ് എന്ന ആരോപണമാണ് ഈ FIRലെ ഏറ്റവും ഗുരുതരമായ ഒന്ന്. പ്രതികൾ തെളിവ് നശിപ്പിച്ചെന്നും FIRൽ പറയുകയാണ്. അതായത് എന്തൊക്കെ ഇത് പറഞ്ഞിരുന്നോ അതെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് കോടതിയിൽ പരാതി നൽകിയിരുന്നത്, ഹർജി നൽകിയിരുന്നത്. അതേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതി കണ്ടോൺമെൻറ്റ് പോലീസിന് നിർദ്ദേശം നൽകിയത് പ്രകാരമാണ് ഈ ഒരു കേസ് CMB ആയി ഫയൽ സ്വീകരിച്ച് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം എന്ന നിർദ്ദേശപ്രകാരമാണ്, കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കണ്ടോൺമെൻറ്റ് പോലീസ് ഈ കേസിൽ ഇടപെടുകയും FIR ഇടുകയും ചെയ്തത്. ആ FIR ഉള്ളടക്കമൊന്ന് വായിച്ചാൽ പ്രതികൾക്ക് KSRTC ഡ്രൈവറായ ആവലാതിക്കാരനെ തടഞ്ഞു വെച്ച് ചീത്ത വിളിച്ച് ടിയാൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഇന്ന ദിവസം വഞ്ചൂർ വില്ലേജിൽ പാളയം വാർഡിൽ സാഫല്യം കോംപ്ലക്സിന് മുൻവശം സിഗ്നൽ ഭാഗത്ത് വെച്ച് അങ്ങനെ പറഞ്ഞ് തുടങ്ങുകയാണ്. ബസ്സിന് മുന്നിൽ ഈ സിഗ്നൽ ഭാഗത്തുള്ള സീബ്ര ലൈന് കുറുകെ പ്രതികൾ സഞ്ചരിച്ചു വന്ന വാഹനം, കാർ, ബസ്സിൻ്റെ ഡ്രൈവർ സീറ്റിന് സമീപം അത് കുറുകെ ഇട്ട ശേഷം ബസ്സിൻ്റെ ഡ്രൈവർ സീറ്റിന് സമീപമെത്തി ആവലാതിക്കാരനോട്, അതായത് യദുവിനോട് ബസ്സിൽ നിന്നും ഇറങ്ങാൻ ആവശ്യപ്പെടുകയും രണ്ടാം പ്രതി ബസ്സിനുള്ളിൽ അതിക്രമിച്ച് കയറി ആവലാതിക്കാരനെയും മറ്റ് യാത്രക്കാരനെയും അധിക്ഷേപിച്ചു. അതായത് സച്ചിൻ ദേവ് MLA ഈ മറ്റ് യാത്രക്കാരെ അധിക്ഷേപിച്ചു, ബസ്സിൽ അതിക്രമിച്ച് കയറി എന്ന ഗുരുതരമായ ആരോപണമാണ് ഈ FIRൽ പറയുന്നത്. ഒപ്പം തന്നെ രണ്ടാം പ്രതി ആവലാതിക്കാരനോട്, അതായത് ഈ MLA ഒരു തെറിവാക്കാണ് ഡാഷ് മോനെ
ഒതുക്കട ബസ് സൈഡിലേക്ക്, നിന്റെ തന്തയുടെ വകയാണോ റോഡ് എന്ന് ആക്രോശിച്ചുകൊണ്ട് വാഹനം യാത്രക്കാരുമായി മുന്നോട്ടെടുക്കാൻ കഴിയാത്ത വിധം 1 മുതൽ 5 വരെ പ്രതികൾ സംഘം ചേർന്ന് തടഞ്ഞു നിർത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയും ഈ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ട ബസ്സിലെ CCTV ക്യാമറയുടെ DVR യൂണിറ്റിലുള്ള മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചു എന്നതാണ്. എന്തൊരു ഗംഭീരമായ FIR ആണ് എന്ന് നിങ്ങൾ കാണുക. കേരള പോലീസിന് അപ്പോൾ ഇങ്ങനെയൊക്കെ FIR ഇടാൻ അറിയാം. അത് പക്ഷെ കോടതി ഒന്ന് ഓങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ, കോടതിയുടെ ഒരു നിർദ്ദേശം ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം യദുവാവ സാധിച്ചെടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതിഗുരുതരമായ ആരോപണമാണ്. അത് MLA തെറി വിളിച്ചു എന്നതടക്കമുള്ള ആരോപണമാണ് ഈ FIRൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇനി നാണക്കേട് കൊണ്ട് എങ്ങനെ പുറത്തിറങ്ങാൻ ഇവർക്ക് കഴിയും എന്ന് മാത്രമേ ഉള്ളൂ. കേസെടുത്തിരിക്കുന്ന പിണറായി പോലീസാണ്, അതായത് സഖാവ് പിണറായി വിജയൻ്റെ പോലീസാണ് മേയർക്കും CPM MLA ആയ സച്ചിൻ ദേവിനും എതിരെ കേസെടുത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായുള്ളത്. അതായത് ബസ്സിലേക്ക് കയറി വണ്ടി വിട് ഡിപ്പോയിലേക്ക്, എനിക്കും എടുക്കൊരു ടിക്കറ്റ്, ഇതാണ് റഹീം പറഞ്ഞത്. സച്ചിൻ ദേവ് അങ്ങനെ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ ആരോപണം കൂടിയാണ് പോലീസ് തള്ളിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പോലീസ് യദുവിനെ സച്ചിൻ ദേവ് MLA വിളിച്ച തെറിയടക്കം, നിന്റെ തന്തയ്ക്ക് വിളിച്ചതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കടി. ഇത് തുടക്കം മുതൽ യദു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും പോലീസ് ആദ്യം മുഖവിലക്കെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതായിരുന്നു ശ്രദ്ധേയമായിട്ടുള്ളത്. ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ എനിക്കും പരാതിയുണ്ട് ഇവർക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സമീപിച്ചത്. പക്ഷേ അന്നേരം എല്ലാം കണ്ണടക്കുകയും എല്ലാം യദുവിനെതിരെ, യദു ഫോൺ വിളിച്ചു എന്നതടക്കമുള്ള അത്തരം വിഷയങ്ങളൊക്കെ അന്വേഷിക്കട്ടെ. യദു കംപ്ലീറ്റ് ഇതിൽ ക്ലീൻ ചിറ്റ് നൽകണം എന്നുള്ള അഭിപ്രായമൊന്നുമില്ല. പക്ഷേ ജനപ്രതിനിധികൾ, ജനങ്ങൾക്ക് മുന്നിൽ മാതൃകാപരമായി പെരുമാറേണ്ട ജനപ്രതിനിധികൾ പച്ചക്കള്ളം പറയുക, ഞങ്ങൾ വണ്ടി തടഞ്ഞിട്ടില്ല എന്നൊക്കെ കള്ളം പറയുക, അതിൻ്റെ CCTV ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്ത സംഭവത്തിൽ നാണക്കേട് കൊണ്ട് ഇനി എന്തു പറയും MLAയും മേയറും എന്ന ചോദ്യം മാത്രമാണ് ബാക്കി. നിങ്ങൾ കള്ളമാണ് പറഞ്ഞതെന്ന് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന സാഹചര്യം വന്നു. ഒടുവിൽ നീതി നിർവഹണ സംവിധാനമാണല്ലോ ഈ രാജ്യത്തെ കോടതി എന്ന് പറയുന്നത്. ആ കോടതിയിലേക്ക്, അതും തിരുവനന്തപുരം, ഇപ്പോൾ പല കോടതികളെയും സംഘി കോടതി എന്നൊക്കെ ഇടത് ക്യാമ്പുകൾ പലപ്പോഴും ആക്ഷേപിക്കാറുണ്ട്. ഇത് തിരുവനന്തപുരത്തെ കോടതിയാണ്, കേരളത്തിലെ കോടതിയാണ്. ഇത് കേരളമാണ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ കോടതിയാണ്. ഇനി വേണമെങ്കിൽ അതും പറയും, ഈ കേരളത്തിലെ കോടതികളിൽ ചില സംഘികളുണ്ട് എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കാം. എന്തു ആയിക്കോട്ടെ, എന്ത് ക്യാപ്സ്യൂളും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം ഇതിനെ മറികടക്കാൻ എന്ന് മാത്രം പറയുകയാണ്. എന്തായാലും ഇതിനെതിരെ എന്നല്ല, ഇന്നത്തെ ദിവസം ഈ സംഭവം ഉണ്ടായി കേസെടുത്ത ശേഷം മേയർ ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, തന്നെ തെറിവിളിച്ച, അധിക്ഷേപിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത സൂരജ് പാലാക്കാരനെതിരെ DYFI പരാതി നൽകി എന്നുള്ളതാണ്. അപ്പോൾ സൂരജ് പാലാക്കാരനെ തൂക്കിയെടുക്കാൻ സാധ്യതയുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നിയമപരമായി പരിശോധിക്കട്ടെ, നടപടികൾ ഉണ്ടാകട്ടെ. ഇനി അറിയേണ്ടത് മേയർ ആര്യ രാജേന്ദ്രൻ്റെയും സച്ചിൻ ദേവിൻ്റെയും പ്രതികരണമാണ്. അവർ വാതുറക്കുമോ എന്നുള്ളതാണ്. മാത്രവുമല്ല, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആര്യ രാജേന്ദ്രൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല, അവർക്കെതിരെ കേസെടുക്കേണ്ട കാര്യമില്ല എന്ന് നീളൻ വാചകത്തിൽ ന്യായീകരിച്ചതാണ്. ഇനി നാളെ അദ്ദേഹം വന്ന് ഈ പറയുന്നത് പോലെ രാജ്യത്തെ പോലീസ് സംവിധാനം എന്ന് പറഞ്ഞാൽ അത് സംഘപരിവാറിൻ്റെ ഭാഗം തന്നെയാണ് എന്നൊക്കെ പൊതുവെ പറയാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള താത്വിക അവലോകനങ്ങളിലൂടെ ഒരുപക്ഷെ ഇതിനെ മറികടക്കാൻ ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും MV ഗോവിന്ദൻ മാസ്റ്റർ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് പോലീസ് സ്വമേധയാ അന്ന് മൈക്കിനെതിരെയൊക്കെ കേടായ മൈക്ക്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വേദിയിൽ കേടായ മൈക്കിനെതിരെ കേസെടുത്ത പോലെ അല്ല, എന്നുവെച്ചാൽ കേസെടുക്കാൻ ശ്രമിച്ച പോലെയല്ല. അതിനും അപ്പുറത്തേക്ക് ഇത് കോടതിയിൽ ഈ കേസ് പരിഗണിക്കുകയും അതിനുശേഷം ഉണ്ടായ ഇടപെടലിലൂടെ കോടതി നിർദ്ദേശപ്രകാരം എടുത്ത കേസാണ് എന്നുള്ളതാണ് നിങ്ങൾ എടുത്തു കാണേണ്ടത്. എന്തായാലും എങ്ങനെയൊക്കെ ഈ ഡ്രൈവർ യദുവിനെ കുടുക്കാൻ കഴിയുമോ അങ്ങനെ എല്ലാമുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. യദുവിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾക്കെതിരെ പോലീസ് നടപടിയെടുക്കട്ടെ. അദ്ദേഹം വാഹനമോടിക്കുമ്പോൾ ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, അതുപ്രകാരമുള്ള നടപടി വരട്ടെ. തൊട്ടിപ്പുറത്ത് നേരത്തെ പറഞ്ഞ പോലെ ആ സിനിമാ താരം ആരോപിച്ചതുപോലെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പെട്ടെന്ന് ഉദിച്ചു വന്ന സിനിമാ താരം, മാസങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവത്തിന് ശേഷം പെട്ടെന്ന് പ്രതികരിച്ച സിനിമാ താരം, അവരിപ്പോഴാണ് തിരിച്ചറിഞ്ഞെന്ന് പറയുന്നു, അത് നമുക്ക് വിശ്വസിക്കാം. എന്തെങ്കിലും ആയിക്കോട്ടെ, അവരുടെ പരാതിയിലുമൊക്കെ അന്വേഷണങ്ങൾ ഉണ്ടാകട്ടെ. യദുവാവയെ ശിക്ഷിക്കുന്നെങ്കിൽ ശിക്ഷിച്ചോട്ടെ. പക്ഷേ ഇപ്പുറത്തും ജനാധിപത്യപരമായ നീതിയുക്തമായ അന്വേഷണം ഉണ്ടാകണം. പൊതുജനം കണ്ട ഒരു കേസാണിത്.
ഇവിടെ നിയമലംഘനങ്ങൾ പൊതുജനം കണ്ടതാണ് എന്ന് പോലീസ് മറക്കല്, ഭരണകൂടം മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.